ഫണ്ടമെന്റൽസ് ഓഫ് ഇലക്ട്രിക്കൽ സർക്യൂട്ട്സിന്റെ 5ാമത്തെ ക്ലാസ്സിലേക്ക്, മൊഡ്യൂൾ 1ന്റെ 5ാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതിൽ നമ്മൾ സീരീസ് പാരലൽ കോമ്പിനേഷൻ സർക്യൂട്ട്, കഴിഞ്ഞ ക്ലാസ്സുകളിൽ സീരീസ് സർക്യൂട്ട് എങ്ങനെയാണ്, അതിന്റെ ടോട്ടൽ റെസിസ്റ്റൻസ്, ഇക്വലന്റ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്, അതിൽ കറണ്ട് എങ്ങനെയായിരിക്കും, വോൾട്ടേജ് എങ്ങനെയായിരിക്കും എന്നൊക്കെ പറഞ്ഞു. അതുപോലെ പാരലൽ സർക്യൂട്ട്സുകൾ വരുന്ന സമയത്ത് എങ്ങനെയാണ് അതിന്റെ വോൾട്ടേജിന്റെ സ്വഭാവം, എങ്ങനെയാണ് കറണ്ടിന്റെ സ്വഭാവം, അതുപോലെ എങ്ങനെയാണ് ടോട്ടൽ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുന്നത്. രണ്ട് റെസിസ്റ്റർ പാരലായിട്ട് വരുന്ന സമയത്ത് കണ്ടുപിടിക്കേണ്ട ഒരു ഷോർട്ട് കട്ട് മെത്തേഡ് നമ്മൾ പഠിച്ചു. അതുപോലെ ഒരുപോലത്തെ വാല്യൂ ഉള്ള റെസിസ്റ്ററുകൾ പാരലായിട്ട് വരുന്ന സമയത്ത് എങ്ങനെയാണ് അതിന്റെ ടോട്ടൽ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കേണ്ടത് എന്നുള്ളതിന്റെയും ഒരു ഷോർട്ട് കട്ട് മെത്തേഡ് നമ്മൾ കഴിഞ്ഞ ക്ലാസ് പഠിച്ചു. കുറച്ച് പ്രോബ്ലംസ് നമ്മൾ ചെയ്തായിരുന്നു. ഇന്ന് നമ്മൾ സീരീസും പാരലും ഒരേപോലെ വരുന്ന സമയത്ത്, ഒരു സർക്യൂട്ടിൽ സീരീസും പാരലും ഒരുപോലെ വരുന്ന സമയത്ത് എങ്ങനെയാണ് അതിനെ സോൾവ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പം കൃത്യമായിട്ട് ശ്രദ്ധയോടെ കേട്ടിരിക്കുക. എന്താണ് സീരീസ് പാരലൽ കോമ്പിനേഷൻ സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ? അതൊരു മിക്സ്ഡ് സർക്യൂട്ട് ആണ്. അതായത് ഈ സീരീസ് പാരലൽ സർക്യൂട്ടിൽ എന്തുണ്ട്? സീരീസ് പാരലൽ കോമ്പിനേഷൻ സർക്യൂട്ടിൽ അല്ലെങ്കിൽ മിക്സ്ഡ് സർക്യൂട്ടിൽ is an electrical circuit in which some resistors are connected in series and other connected in parallel. ഇതിന്റെ പ്രത്യേകത വെച്ചാൽ ചില റെസിസ്റ്ററുകൾ നമ്മൾ സീരീസ് ആയിട്ട് നമുക്ക് എന്തായിരിക്കും ഈ സർക്യൂട്ടിൽ, അതുപോലെ ചില റെസിസ്റ്ററുകൾ പാരലൽ ആയിട്ടും ഈ സർക്യൂട്ടിൽ കണക്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പൊ അതിന്റെ ഒരു കോമ്പിനേഷൻ ആണ് എന്ത് പറയുന്നത്? സീരീസ് പാരലൽ കോമ്പിനേഷൻ എന്ന് പറയുന്നത്. പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു ഗോൾഡൻ റൂൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. എന്താണ്? സിംപ്ലിഫൈ ദി സർക്യൂട്ട് വൺ സ്റ്റെപ്പ് അറ്റ് എ ടൈം. ഒരു സ്റ്റെപ്പ് വെച്ചിട്ട് എന്ത് ചെയ്യാം, ഒരുമിച്ച് സിംപ്ലിഫൈ ചെയ്യാൻ നിൽക്കരുത്. നമ്മൾ അവിടെ ഇവിടെയും പോയിട്ട് സിംപ്ലിഫൈ ചെയ്യുന്നതിന് പകരം ഓരോ സ്റ്റെപ്പായിട്ട് സിംപ്ലിഫൈ ചെയ്യുമ്പോഴേ നമുക്ക് അതിന്റെ പ്രോപ്പർ ആയിട്ടുള്ള ഔട്ട്പുട്ടിലേക്ക് എത്തുള്ളൂ. സോ നെവർ ട്രൈ ടു സോൾവ് ദ എൻറ്റയർ സർക്യൂട്ട് അറ്റ് വൺസ്. ഒറ്റയടിക്ക് തന്നെ അത് നമ്മൾ ഒറ്റ നോട്ടത്തിൽ തന്നെ അത് സോൾവ് ചെയ്യാനായിട്ട് ശ്രമിക്കരുത്. അതിനെക്കാട്ടി നല്ലത് അതിന്റെ സോൾവ് ചെയ്യാനായിട്ട് ഏറ്റവും സിമ്പിൾ ആയിട്ട് ഏതൊക്കെ ഭാഗത്ത് സോൾവ് ചെയ്ത് കൊണ്ടുവരാം, അതിനെ ചെറുതാക്കി കൊണ്ടുവരുന്നത് എങ്ങനെയാണ് എന്നൊക്കെ കൃത്യമായിട്ട് അനലൈസ് ചെയ്തിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്, അതിനെ സോൾവ് ചെയ്യാനായിട്ട്. ഓക്കെ, സോ സ്റ്റെപ്പ് 1 ഇവിടെ പറയുന്നുണ്ട്, ഓരോ സ്റ്റെപ്പുകൾ പറയുന്നുണ്ട്. സ്റ്റെപ്സ് ടു സോൾവ് സീരീസ് പാരലൽ സർക്യൂട്ട് ആണ്. ഒന്നാമതായിട്ട് ഐഡന്റിഫൈ ദി റെസിസ്റ്റേഴ്സ് കണക്ടഡ് ഇൻ പാരലൽ. അപ്പം നമ്മളൊരു സർക്യൂട്ട് തരികയാണെന്നുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഇതൊരു റെസിസ്റ്റൻസ് സീരീസ് പാരലൽ സർക്യൂട്ട് ആണ് അല്ലെ, വോൾട്ടേജ് സോഴ്സ് ഉണ്ട്. അപ്പം ഇവിടെ R1 ഉണ്ട്, ഇവിടെ R2 ഉണ്ട്, ഇവിടെ R3 ഉണ്ട്. ഒന്നാമത്തെ സ്റ്റെപ്പ് പറയുന്നത് എന്താ? ഐഡന്റിഫൈ ദി റെസിസ്റ്റേഴ്സ് കണക്ടഡ് ഇൻ പാരലൽ. പാരലൽ ആയിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന റെസിസ്റ്ററുകൾ ഐഡന്റിഫൈ ചെയ്യണം. ഇപ്പൊ ഇവിടെ ഏതൊക്കെ പാരലൽ ആയിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത്? R2 ഉം R3 ആണ്. സോ രണ്ടാമത്തെ സ്റ്റെപ്പിൽ റീപ്ലേസ് ദം വിത്ത് ദി ദയർ ഈക്വലന്റ് റെസിസ്റ്റൻസ്. അപ്പം ഈ R2 R3ന്റെയും പാരലൽ R2 R3 എന്താണ്? പാരലൽ ആണ്. അപ്പൊ അതിന്റെ ഈക്വലന്റ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കും? R2 R3 ഡിവൈഡഡ് ബൈ R2 പ്ലസ് R3 എന്ന് പറഞ്ഞ ഇക്വേഷൻ ഉപയോഗിച്ച് നമ്മൾ കണ്ടുപിടിക്കും. അപ്പൊ അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ഒരു ടോട്ടൽ ഒരു റെസിസ്റ്റൻസ് കിട്ടി. ദെൻ നൗ ഐഡന്റിഫൈ ദി റിമൈനിങ് സീരീസ് റെസിസ്റ്റർ. സോ ഈ രണ്ടെണ്ണം നമ്മൾ സോൾവ് ചെയ്ത സമയത്ത് ഇവിടെ നമുക്ക് ഒരൊറ്റ റെസിസ്റ്റൻസ് ആയിട്ട്, അത് നമുക്ക് വീണ്ടും എങ്ങനെ എഴുതാം? ഒറ്റ റെസിസ്റ്റൻസ് ആക്കി ഇവിടെ കിട്ടും. അതായത് R2 പാരലൽ R3 സോൾവ് ചെയ്ത വാല്യൂയും ഇവിടെ R1 ഉണ്ട്. ഇവിടെ വോൾട്ടേജ് സോഴ്സും കാര്യങ്ങളൊക്കെ അവിടെ തന്നെ ഉണ്ട്. അപ്പൊ R1 അവിടെ തന്നെ ഉണ്ട്. ഈ രണ്ടെണ്ണം സീരീസ് പാരലൽ ആയതിനെ നമ്മൾ ഒറ്റ റെസിസ്റ്റർ ആക്കി മാറ്റി, R2 പാരലൽ R3. സോ ഇനി എന്ത് ചെയ്താൽ മതി? ഇനി നമുക്ക് ടോട്ടൽ റെസിസ്റ്റൻസ് കാണാനായിട്ട് ഈ R1 പ്ലസ് R2 പാരലൽ R3 ചെയ്താൽ മതി, കാരണം അത് സീരീസ് ആയി. സോ ആദ്യം നമ്മൾ പാരലൽ കണക്ഷൻ ഉണ്ടോ എന്ന് ഐഡന്റിഫൈ ചെയ്യുക. അതുപോലെ അതിനെ ആ പാരലൽ കണക്ഷൻ ഉണ്ടെങ്കിൽ അതിനെ ഈക്വലന്റ് റെസിസ്റ്റൻസുമായിട്ട് എന്ത് ചെയ്യുക? റിപ്ലേസ് ചെയ്യുക. പിന്നെ ശേഷിക്കുന്ന സീരീസ് റെസിസ്റ്ററുകൾ തമ്മിൽ കൂട്ടി ടോട്ടൽ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുക. നമുക്ക് ഇനി കറണ്ട് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ഇപ്പം ഇതിലൂടെയുള്ള കറണ്ട് ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞെങ്കിൽ ഓംസ് ലോ പ്രകാരമുള്ള ഈ ഇക്വേഷൻ I=V/R, ടോട്ടൽ വോൾട്ടേജ് തന്നിട്ടുണ്ടായിരിക്കും. നമ്മളിപ്പോ കണ്ടുപിടിച്ച ആറും ഉപയോഗിച്ച് എന്ത് ചെയ്യുക? കറണ്ട് കണ്ടുപിടിക്കുക. സോ യൂസ് സീരീസ് ആൻഡ് പാരലൽ റൂൾസ് ടു ഫൈൻഡ് അൺനോൺ വോൾട്ടേജസ് ആൻഡ് കറണ്ട്. അപ്പം നമുക്ക് കറണ്ട് തന്നിട്ട് വോൾട്ടേജ് കണ്ടുപിടിക്കാനും വോൾട്ടേജ് തന്നിട്ട് കറണ്ട് കണ്ടുപിടിക്കാനൊക്കെ പല വിധത്തിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇതിന്റെ ആപ്ലിക്കേഷൻസ് നമുക്ക് ഉപയോഗിക്കാം. അതാണ് പറഞ്ഞത്. സോ ഓരോ സ്റ്റെപ്പും ഇമ്പോർട്ടന്റ് ആണ്, മനസ്സിലാക്കി എന്ത് ചെയ്യുക? നോട്ട് ചെയ്യുക. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇനി ഒന്നാമത്തെ ചോദ്യം,
നിങ്ങൾ നിങ്ങളുടെ നോട്ടിലേക്ക് ഈ ഒരു ചോദ്യം പകർത്തി എഴുതുക. എന്നിട്ട് എന്ത് ചെയ്യുക? ടോട്ടൽ റെസിസ്റ്റൻസ് നോക്കൂ. ചോദ്യം എന്താണ്? കാൽക്കുലേറ്റ് ദി ടോട്ടൽ റെസിസ്റ്റൻസ് ബിറ്റ്വീൻ പോയിന്റ് എ ആൻഡ് ബി. ഈ എക്കും ബിക്കും ഇടയിലുള്ള ടോട്ടൽ റെസിസ്റ്റൻസ് കാണാനാണ് പറയുന്നത്. എങ്ങനെയാണ് പിടിക്കും? നമ്മളെ സ്റ്റെപ്പ് ഒന്ന് ഓർത്തിരിക്കുക. എന്താണ് സ്റ്റെപ്പ് പറയുന്നത്? ഐഡന്റിഫൈ. ഒന്നാമത്തെ സ്റ്റെപ്പ് ഐഡന്റിഫൈ ദി റെസിസ്റ്റേഴ്സ് കണക്റ്റഡ് ഇൻ പാരലൽ. അപ്പം നമുക്ക് ഇതിനൊരു പേര് കൊടുക്കാം. R1, R2, R3, R4. സോ ഐഡന്റിഫൈ പാരലൽ റെസിസ്റ്റേഴ്സ്. ഇവിടെ പാരലൽ റെസിസ്റ്റേഴ്സ് ഏതൊക്കെയാ? ഇത് പാരലൽ ആണ് അല്ലെ? പാരലൽ ആണ്. അപ്പൊ ഏതൊക്കെയാ? R2 പാരലൽ R3. R2 പാരലൽ R3 എന്ന് പറയുമ്പോൾ അതിനെ സോൾവ് ചെയ്യുന്നത് എങ്ങനെയാ? നമ്മൾക്ക് ഇക്വേഷൻ അറിയാം. അത് രണ്ട് വാല്യൂസ്, രണ്ട് റെസിസ്റ്റേഴ്സ് പാരലൽ വരുന്നത് നമുക്ക് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ നമ്മൾ പഠിച്ചിരുന്നു. R2 R3 ഡിവൈഡഡ് ബൈ R2 പ്ലസ് R3. അതിപ്പം നമ്മൾ നേരത്തെ പഠിച്ച ഇക്വേഷൻ R ഈക്വലന്റ് ഈസ് ഈക്വൽ ടു R1 R2 ഡിവൈഡഡ് ബൈ R1 പ്ലസ് R3 ആയിരിക്കും അല്ലെ? അപ്പൊ നമ്മൾ വിചാരിക്കും എന്തുകൊണ്ട് എങ്ങനെ എഴുതുന്നു? പക്ഷെ R1 ഉം R2 മാറിക്കൊണ്ടിരിക്കും. അപ്പൊ ഇവിടെ R2 R3 ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പം R1 R2 പകരം R2 R3 ആക്കി. എത്രേ ഉള്ളൂ? ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഇതിനെ നമ്മൾ ചെയ്യുന്ന സമയത്ത് 1 ഇൻറ്റു 2 ഡിവൈഡഡ് ബൈ 1 പ്ലസ് 2 എന്ത് വരും? 2/3 വരും. 2/3 എന്ന് പറയുന്നത് എത്രയാണ് അതിന്റെ വാല്യൂ വരുന്നത്? 2/3 കാൽക്കുലേറ്റർ നമ്മൾ ചെയ്ത് നോക്കുന്ന സമയത്ത് 2/3 0.66 അല്ലെ? 0.66 എന്ത് വരും? ഓം എന്ന് വരും ഇവിടെ. അപ്പം R2 പാരലൽ R3 എത്ര കിട്ടി? 0.66 ഓം എന്ന് കിട്ടി. അപ്പൊ നമ്മൾ ഈ സർക്യൂട്ടിനെ നമ്മൾ മാറ്റി വരയ്ക്കാൻ പോവാണ്. ഇവിടെ എ ഉണ്ട്. എയിൽ നിന്നും ഒരു റെസിസ്റ്റൻസ് വരുന്നു. ഈ പാരലൽ ആയിട്ടുള്ള ഈ ഒരു സർക്യൂട്ടിനെ നമ്മൾ ഒരു സിംഗിൾ റെസിസ്റ്റർ ആക്കി മാറ്റി. പിന്നെ ബാക്കിയെല്ലാം സെയിം തന്നെ. ഇവിടെ ബി ഉണ്ട്. ബി എന്ന റെസിസ്റ്റൻസ് ഉണ്ട്. അത് ഇവിടെ കണക്ട് ചെയ്തു. അപ്പം ഇവിടെ 4 ഓം ഉണ്ട്. ഇവിടെ അതുപോലെ ഇവിടെ 3 ഓം ഇവിടെ തന്നെ ഉണ്ട്. ഇതെന്താ? ഇത് R1 ആണ്. ഇത് R4 ആണ്. ഇതിപ്പോ എന്തായിരുന്നു? ഇത് R2 പാരലൽ R3 നമുക്ക് കിട്ടിയതാണ്. എത്രയാണ്? 0.66 ഓം. ഇനി ഇതിന്റെ ടോട്ടൽ R ഈക്വലന്റ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? നോക്കൂ, ഇവിടെ കറണ്ട് എൻ്റർ ചെയ്യുന്ന ഇവിടെയാണ്. ഈ കറണ്ട് ഫ്ലോ ചെയ്തത് ഈ സർക്യൂട്ടിലൂടെ ത്രൂ ഔട്ട് ഒരേപോലെ അല്ലേ? അതായത് ഇതൊരു സീരീസ് ആണ് അല്ലെ? ഒരു സീരീസ് ആയിട്ടാണ് കിടക്കുന്നത്. അതായത് ഈ R1 അതുപോലെ ഈ റെസിസ്റ്റർ അത് നേരെ അടുത്ത റെസിസ്റ്ററിന്റെ ആദ്യത്തിൽ കൊടുത്തു. പിന്നെ ആ റെസിസ്റ്റർ അങ്ങനെ കടന്നുപോയി. അപ്പം ഓരോന്ന് പരസ്പരം കണക്ട് ചെയ്തിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ അതിനർത്ഥം എന്താ? അത് സീരീസ് സർക്യൂട്ട് ആണ്. സീരീസ് സർക്യൂട്ട് ആണ്. നമ്മൾ കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ എങ്ങനെയായിരുന്നു? R1 പ്ലസ് R2 പാരലൽ R3 പ്ലസ് R4. അതായത് R2 പാരലൽ R3 എന്ന് പറഞ്ഞാൽ ഈ റെസിസ്റ്ററിന്റെ പേരാണ്, നമ്മൾ പേര് കൊടുത്ത പേരാണ്. R1 എന്ന് പറയുമ്പോൾ എത്രയാ? 4 പ്ലസ് 0.66 പ്ലസ് എന്ത് വരും? 3. അപ്പം സോ 4 3 7 7.66 ഓം എന്നൊരു ടോട്ടല് R ഈക്വലന്റ്. ക്ലിയർ ആണോ? ഇതൊരു സിമ്പിൾ ആയിട്ടുള്ള ഒരു സർക്യൂട്ട് ആണ് സീരീസ് പാരലൽ കോമ്പിനേഷന്റെ. അത് മനസ്സിലാക്കി തന്നെ എന്ത് ചെയ്യാം. അടുത്തൊരു പ്രോബ്ലം എങ്ങനെയാ? ഇതിന്റെ എക്കും ബിക്കും അക്രോസ് ഉള്ള ഈക്വൽ റെസിസ്റ്റൻസ് കാണണം. എങ്ങനെ കാണും? ഈ ഒരു റെസിസ്റ്റർ, ഈ ഒരു റെസിസ്റ്ററിന്റെ അറേഞ്ച്മെന്റ് നമുക്ക് വേണമെങ്കിൽ ഒന്ന് ജസ്റ്റ് എന്ത് ചെയ്യാം? മാറ്റി ചെയ്യാം അല്ലെ? എങ്ങനെ മാറ്റി ചെയ്യാം? അപ്പൊ ഇതിനെ ഈ ഒരു പോയിന്റിനെ നമ്മൾ ഈ ഒരു പോയിന്റും ഈ ഒരു പോയിന്റും നോക്കി കഴിഞ്ഞാല് ഈ രണ്ടെണ്ണം എന്താണ്? സീരീസ് ആണ്. ഈ രണ്ടെണ്ണം എന്താണ്? സീരീസ് ആണ് അല്ലെ? കാരണം ഇതിനോട് ഇത് അടുത്തടുത്താണ് കണക്ട് ചെയ്തിരിക്കുന്നത്. വേറെ ജംഗ്ഷൻ പോയിന്റ് നോഡൊന്നുമില്ല. അതുപോലെ ഈ 5 ഓമിനോട് ഈ 15 ഓം തൊട്ടടുത്താണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇതും സീരീസ് ആണ്. അപ്പൊ എങ്ങനെ ഇതിനെ മാറ്റി വരയ്ക്കാം? അപ്പൊ ഇത് രണ്ടും സീരീസ്. ഇപ്പൊ പേര് കൊടുക്കുകയാണെങ്കിൽ R1 R2 R3 R4. സോ ഈ R1 ഉം R3 ഉം സീരീസ് ആണ്. അപ്പം R1 ഉം
R3 സീരീസ് ആണെങ്കിൽ അത് ചെയ്തത് എങ്ങനെ എഴുതും? 5 + 15 എന്ന് കിട്ടും. അപ്പൊ എത്ര? 20 ഓം എന്നവിടെ കിട്ടും. ഈ ഒരു ഭാഗം നമ്മൾ സീരീസ് ആയിരുന്നു, അതിന് നമ്മൾ എന്ത് ചെയ്തു? 20 ഓം കിട്ടി. ഇനി R2 ഉം R4 എന്താണ്? സീരീസ് ആണ്. സോ R2 ഉം R4 സീരീസ് ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്ത് വരും? R2 + R4 ആണ് നമ്മുടെ ഈക്വലന്റ് റെസിസ്റ്റൻസ് എന്ന് വെച്ചാൽ 10 + 20 എത്ര കിട്ടി? 30 ഓം. സോ അത് നമ്മൾ മാറ്റി വരയ്ക്കുന്ന സമയത്ത് എന്ത് വരും? ഈ എ ഇവിടെ തന്നെ ഉണ്ട്, അത് നേരെ ഇവിടെ വന്നു. ഇവിടെ നമ്മൾ ആ രണ്ടെണ്ണം മാറ്റി ഒന്നാക്കി, ഇവിടെയും രണ്ടെണ്ണം മാറ്റി ഒന്നാക്കി, ദെൻ ഇങ്ങനൊരു ഇക്വേഷൻ അല്ലെ ഇങ്ങനൊരു സർക്യൂട്ടിലേക്ക് മാറി. സോ 5 ഉം 15 നമ്മൾ ആഡ് ചെയ്ത് ഇവിടെ 20 ഓം എന്ന് വന്നു. ഇവിടെ എന്തായി? 20 ഉം 10 ആഡ് ചെയ്ത് 30 ഓം എന്ന് വന്നു. സോ അപ്പം ഇത് ഒരു എന്തായി? പാരലൽ ആയിട്ടുള്ള സർക്യൂട്ട് ആയി അല്ലെ. ഇനി പാരലിന്റെ ഇക്വേഷൻ നമുക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇത് സോൾവ് ചെയ്തൂടെ? എങ്ങനെ സോൾവ് ചെയ്യാം? സോൾവ് ചെയ്യാനായിട്ട് നമ്മൾ പഠിച്ച ഇക്വേഷൻ എന്താ ഉണ്ടായിരുന്നു? R1 R2 ഡിവൈഡഡ് ബൈ R1 + R2. അപ്പൊ നമുക്ക് ഇതിനെ R1 ആക്കി എടുക്കാം, ഇതിനെ R2 ആക്കി എടുക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 20 × 30 ഡിവൈഡഡ് ബൈ 20 + 30 എന്ത് വരും? 23 600 ഡിവൈഡഡ് ബൈ 50. 600 ഡിവൈഡ് ബൈ 50 പറയുമ്പം ഈ 0 വെട്ടിപ്പോയി, സോറി 50 അല്ലേ, ഈ 0 വെട്ടിപ്പോയി, 60/5. അപ്പൊ എന്ത് വരും? 12. 60/5 എന്ന് പറഞ്ഞാൽ 12 ആണ്. 12 ഓം എന്ന് കിട്ടും. അപ്പം ഇതിന്റെ ടോട്ടൽ റെസിസ്റ്റൻസ് RAB എന്ന് പറഞ്ഞാൽ എത്രയാ? 12 ഓം ആണ്. ഓക്കെ, അതായത് നമ്മളിപ്പോ ആദ്യം സ്റ്റെപ്പ് പ്രകാരം നമ്മൾ പറഞ്ഞു ആദ്യം പാരലില് ചെയ്യാന്നുള്ളത്. അപ്പം നമുക്ക് ഒരു പ്രവണത ഉണ്ട്, ഇങ്ങനെ കണ്ടു കഴിഞ്ഞാല് ഈ നോർമലി നമ്മൾ ആ സ്റ്റെപ്പ് പഠിച്ചു വെച്ചിരിക്കുകയാണ് അല്ലെ. ആദ്യം പാരലൽ കണ്ടു കഴിഞ്ഞാൽ അതാണ് സോൾവ് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പൊ നമ്മുടെ മൈൻഡിൽ അത് കിടക്കുന്നതുകൊണ്ട് നമ്മൾ ഇങ്ങനെ കാണുമ്പോൾ വിചാരിക്കുന്നത് എന്താ? ഈ 5 ഓമും ഈ 15 ഓമും പാരലാണെന്ന് ധരിക്കുക. അതുപോലെ ഈ 10 ഓമും ഈ 20 ഓമും പാരലാണെന്ന് ധരിക്കും. പക്ഷെ ഒരിക്കലും എന്ത് ചെയ്യരുത്? ആ ഒരു തെറ്റ് വരുത്തി വെക്കരുത്. ഈ 5 ഓമും 15 ഓമും തുടർച്ചയായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് ഇത് സീരീസ് ആണ്. അപ്പൊ നമുക്ക് ഇത് ആദ്യം സോൾവ് ചെയ്തിട്ട് ബാക്കി ചെയ്താൽ മതി. അതുപോലെ ഈ 10 ഉം 20 ഉം തുടർച്ചയായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് ഇതും സീരീസ് ആണ്. സോ ഇത് സോൾവ് ചെയ്തിട്ട് അത് പിന്നെ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ എന്താവും? 2 പാരലൽ ആയിട്ടുള്ള കണക്ഷൻ ആവും. ഇതുപോലെ ഇതിലേക്ക് വരും. അതിനുശേഷം അത് പാരലൽ ഇക്വേഷൻ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ റെസിസ്റ്റൻസ് കിട്ടും. ഓക്കെ, തെറ്റിക്കരുത് കേട്ടോ. അടുത്തത് ഒന്ന് ചെയ്ത് നോക്കിയേ എങ്ങനെയാന്ന്. എങ്ങനെ ചെയ്യാത്? എക്കും ബിക്കും അക്രോസ് ഉള്ള ടോട്ടൽ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ. കാൽക്കുലേറ്റ് ദ റെസിസ്റ്റൻസ് ബിറ്റ്വീൻ എ ആൻഡ് ബി. ഇതിൽ ഏതൊക്കെയാ പാരലിൽ വരുന്നത്? നോക്കൂ, ഈ 2 റെസിസ്റ്ററുകൾ പാരലാണോ? ആണ് അല്ലെ, പാരലാണ്. അതുപോലെ ഈ 3 റെസിസ്റ്ററുകൾ എന്താണ്? പാരലാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആദ്യം നമുക്ക് ഇത് ചെയ്യാം, രണ്ടാമത് നമുക്ക് ഇത് ചെയ്യാം. ഓക്കെ, സോ ആദ്യം നമ്മൾ ഒന്നാമത്തെ പാരൽ സർക്യൂട്ട് നമ്മൾ സോൾവ് ചെയ്യാണ്. അവിടെ നമുക്ക് വന്നിരിക്കുന്ന എന്താണ്? 1 ഓം 2 ഓം 3 ഓം ആണ്. അപ്പൊ നമുക്ക് പാരൽ ചെയ്യാനുള്ള ഇക്വേഷൻ 1/R ആണ് = 1/R1 + 1/R2 + 1/R3 എന്നാണ് അല്ലെ. ഇനി 1/R എന്ന് പറയുമ്പോൾ 1/R1 എന്ന് പറഞ്ഞാൽ അവിടെ 1/1 ആണ്, പ്ലസ് 1/R2 എന്ന് പറഞ്ഞാൽ 1/2 ആണ്, പ്ലസ് 1/R3 എന്ന് പറഞ്ഞാൽ 1/3 ആണ്. ഇത് നമുക്ക് LCM എടുക്കണം. LCM എടുക്കാന്ന് പറഞ്ഞാൽ നമ്മുടെ താഴെ എല്ലാം സെയിം ആക്കാന്ന് പറഞ്ഞാൽ, താഴെ എല്ലാം സെയിം ആക്കി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ ഒറ്റ ടൈം ആക്കി എഴുതാം. താഴെ സെയിം ആക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇതിന് LCM എടുക്കണം. അപ്പൊ 1, 2, 3 ആയതുകൊണ്ട് തന്നെ നമുക്ക് എങ്ങനെ LCM എടുക്കാന്ന് നോക്കാം അല്ലെ. അപ്പം 2നും 3നും നമുക്ക് 6, ഇവിടെ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം നമുക്ക്. അല്ല, ആദ്യം നമുക്ക് ഈ ഒന്നാമത്തേതിനെ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ എന്ത് കിട്ടും? 6 ഡിവൈഡഡ് ബൈ താഴെയും 6 പ്ലസ്. ഇനി ഈ ഒരു ടൈമിനെ നമുക്ക് 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പം 1 × 3 3 ഡിവൈഡഡ് ബൈ 2 × 3 6 പ്ലസ്
ഇനി ഈ ഒരു ടേമിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 1 × 2 ഡിവൈഡ് ബൈ 3 × 2 6. അപ്പൊ എന്തായി? അടിയിലെല്ലാം 6 എന്ന് കിട്ടി. ഇനി അതെന്ത് ചെയ്യാം? ടോട്ടൽ കൂട്ടിയാൽ പോലെ 6 + 3 9, 9 + 2 11/6 എന്ന് കിട്ടും. 11/6 എന്ന് പറഞ്ഞാൽ എത്ര വാല്യൂ? 6 1. എന്ത് കിട്ടും? 1.83 ഓം എന്ന് കിട്ടും. അപ്പം ഈ ഒരു 3 വരുന്ന ടോട്ടല് നമുക്ക് എന്ത് കിട്ടി? 1.83 ഓം എന്ന് കിട്ടി. 3 കൂടി ഈക്വൽ റെസിസ്റ്റൻസ് അതവിടെ കണ്ടുവച്ചു. ഇനി നമുക്ക് അടുത്തത് ഈ രണ്ടാമത്തെ പാരലിന് സോൾവ് ചെയ്യാം. രണ്ടാമത്തെ പാരൽ ചെയ്യുന്ന സമയത്ത് എങ്ങനെ ചെയ്യും? അവിടെ ഉള്ളത് നമുക്ക് 1/r ഈസ് ഈക്വൽ ടു 1/5 പ്ലസ് 1/6 ആണ്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് r കാണാനായിട്ട് r1 r2 ഡിവൈഡഡ് ബൈ r1 പ്ലസ് r2 എടുത്താലും മതി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ r1 r2 എന്ന് പറഞ്ഞാൽ 5 × 6 ഡിവൈഡഡ് ബൈ 5 + 6 എന്ത് വരും? 5 6 30/11. 30/11 എന്ന് പറഞ്ഞാൽ എത്രയാ? 30 ഹരിക്കണം 30 ഹരിക്കണം 11 എത്രയാ? 30 ഹരിക്കണം 11 2.72 എത്ര കിട്ടി? 2.72 എന്ന് കിട്ടി. 2 ഓം. ഇവിടെ ഈ ഒരു കാര്യത്തിൽ ഒരു മിസ്റ്റേക്ക് സംഭവിച്ചതെന്ന് ശ്രദ്ധിക്കണേ. 11/6 എന്ന് പറഞ്ഞാൽ 1/6 ആണ് നമുക്ക് കിട്ടിയത്. 11/6. ഇനി 6 കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? അതിനെ റെസിപ്രോക്കൽ ചെയ്യണം. 6/11 ആണ്. അപ്പം ഇത് തെറ്റാണ്. അതൊന്ന് മായ്ച്ച് ചെയ്യണേ. സോറി, ക്ഷമിക്കണം. അപ്പൊ എന്താണ്? ഇത് തെറ്റാണ്. 6/11 ആണ് നമുക്ക് വരിക. 6/11 ചെയ്യുന്ന സമയത്ത് എന്ത് കിട്ടും? 0.5 എന്ന് കിട്ടും. 0.54 ഓം ടോട്ടൽ ഇവിടുത്തെ, അതായത് 0.54 ഓം ആണ് ഇവിടുത്തെ ടോട്ടൽ റെസിസ്റ്റൻസ്. ഇത് നമുക്ക് കിട്ടി 2.72 ഓം ആണെന്നുള്ളത്. അപ്പം ഇതിന്റെ ടോട്ടൽ റെസിസ്റ്റൻസ് നമുക്ക് എന്ത് കിട്ടി? 2.72 ഓം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിനെന്ത് ചെയ്യാം? ഒന്നുകൂടി മാറ്റി വരയ്ക്കാം അല്ലെ? അപ്പം ഇവിടെ എ ഉണ്ട്, ഒരു 4 ഓം റെസിസ്റ്റർ ഉണ്ട്. അടുത്തത് നമ്മൾ കണ്ടുപിടിച്ച ഈ 3 ഇക്വലന്റ് ആക്കിയതുണ്ട്. പിന്നെ ഈ ഒരു സെക്ഷൻ ഉണ്ട്. പിന്നെ താഴെ ആ പഴയ 7 ഓം അവിടെ തന്നെ ഉണ്ട്. ഇവിടെ 4 ഓം ഉണ്ട്. ഇവിടെ നമ്മൾ കണ്ടുപിടിച്ച 0.54 ഓം ഉണ്ട്. ഇവിടെ നമ്മൾ കണ്ടുപിടിച്ച 2.72 ഓം ഉണ്ട്. ഇവിടെ 7 ഓം അവിടെ തന്നെ ഉണ്ട്. അപ്പം ഇനി എന്ത് ചെയ്യണം? ഇനി നമുക്ക് മനസ്സിലാവും അല്ലെ? ഇത് 3 ഈ 3 എന്താണ്? സീരീസ് ആണ്. അപ്പൊ ഇത് 3 എന്ത് ചെയ്യണം? പരസ്പരം കൂട്ടണം. അപ്പൊ എന്ത് വരും? 4 ടോട്ടൽ റെസിസ്റ്റൻസ്. ഇത് ഈ ഒരു സെക്ഷന്റെ മാത്രം നമ്മൾ എന്ത് ചെയ്യാം? സെപ്പറേറ്റ് ചെയ്യാം. 4 + 0.54 പ്ലസ് 2.72 എന്ത് വരും? 4 + 0.54 പ്ലസ് 2.72 എന്ന് പറഞ്ഞാൽ 7.26 എന്ന് വരും. 7.26 ഓം എന്ന് വരും. സോ 7.26 ഓം എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടി അല്ലെ? അപ്പൊ നമുക്ക് ഡയഗ്രാം വീണ്ടും എന്താവും? ചെറുതാവും. ഇങ്ങനെ വരും. ഇവിടെ 7.26ഉം ഇവിടെ നമുക്ക് 7 ഓമും ഉണ്ട്. ഇവിടെ എ ബി. ഇനി ഇതെന്താ? ഒരു പാരലൽ സർക്യൂട്ട് ആണ്. അപ്പൊ പാരലൽ സർക്യൂട്ട് ചെയ്യാനായിട്ട് നമുക്ക് അറിയാവുന്ന ഇക്വേഷൻ എന്താ? R1 R2 ഡിവൈഡ് ബൈ R1 പ്ലസ് R2. 2 റെസിസ്റ്ററുകൾ പാരലൽ വരുന്ന സമയത്ത് ചെയ്യേണ്ട ഇക്വേഷൻ ആണ് R1 R2 ഡിവൈഡ് ബൈ R1 പ്ലസ് R2. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 7.26 into 7 divided by 7.26 plus 7 is equal to എന്ത് വരും നോട്ടെ? 50.82 divided by 7.26 plus 7 14.26. 14.26. അപ്പൊ ആൻസർ കിട്ടുന്നത് 50.82 ഹരിക്കണം 14.26 എത്ര വരും? 3.5 എന്ന് വരും. 3.56 ഓം എന്ന ടോട്ടൽ റെസിസ്റ്റൻസ്. അതായത് ഈ RAB എന്ന് പറഞ്ഞാൽ 3.56 ഓം എന്ന് കിട്ടും. ഇതാണ് നമ്മുടെ ടോട്ടൽ
റെസിസ്റ്റൻസ് ഈ ഒരു സർക്യൂട്ടിന്റെ. അപ്പം ഈ ഒരു സർക്യൂട്ടിൽ നമ്മൾ ആദ്യം രണ്ട് പാരലൽ കണക്ഷൻ നമ്മൾ ഐഡന്റിഫൈ ചെയ്തു. ആ രണ്ട് പാരലൽ കണക്ഷനെ നമ്മൾ ഓരോന്നായിട്ട് എന്ത് ചെയ്തു, സോൾവ് ചെയ്തു. അങ്ങനെ അതിന്റെ ഈക്വലന്റ് റെസിസ്റ്റൻസ് കണ്ടുപിടിച്ചു. പിന്നെ നമുക്ക് കിട്ടിയപ്പം 3 റെസിസ്റ്ററുകൾ സീരീസ് ആയിട്ട് കണ്ടു. ആ 3 റെസിസ്റ്ററുകളെ നമ്മൾ എന്ത് ചെയ്തു, ഒരുമിച്ച് കൂട്ടി വെച്ച് അതിന്റെ ഈക്വലന്റ് കിട്ടി. അങ്ങനെ വീണ്ടും ചെറുതായപ്പോൾ 2 റെസിസ്റ്ററുകൾ വീണ്ടും പാരലായി. അങ്ങനെ ആ 2 റെസിസ്റ്ററുകളെയും പാരൽ ഇക്വേഷൻ 2 കൊടുത്തിട്ട് അതിനെ സോൾവ് ചെയ്തപ്പം 3.56 ആയി. അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക, സോൾവ് ചെയ്ത് കൊണ്ടുവരിക. ഓക്കെ, അടുത്തത് ഈ ഒരു എക്കും ബിക്കും ഇടയിലുള്ള ഇവിടെ എ ഉണ്ട്, ഇവിടെ എ ഉണ്ട്, ഇവിടെ ബി ഉണ്ട്, ഇതിനിടയിലുള്ള ഇക്വലന്റ് റെസിസ്റ്റൻസ് ആണ് പറഞ്ഞത്. അതായത് ഇതിന്റെ ഇക്വലന്റ് റെസിസ്റ്റൻസ് ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാവും. ഈ റെസിസ്റ്ററിന്റെ വാല്യൂ 20 ഓം സെയിം ആണ്, ഇതും 20 ഓം ആണ് സെയിം ആണ്, ഇതും 20 ഓം സെയിം ആണ്. അങ്ങനെയാണെങ്കിൽ ഒരു പാരലൽ സർക്യൂട്ടിൽ സെയിം വാല്യൂ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പാരലൽ സർക്യൂട്ടിൽ സെയിം വാല്യൂ വന്നാൽ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക്? അതായത് ടോട്ടൽ റെസിസ്റ്റൻസ് കാണാനായിട്ട് റെസിസ്റ്ററിന്റെ വാല്യൂ ഡിവൈഡഡ് ബൈ എണ്ണം ചെയ്താൽ മതി. അതായത് നോക്കൂ, റെസിസ്റ്ററിന്റെ വാല്യൂ എത്രയാ? 20 ബൈ എണ്ണം എത്രയാ? 3 എണ്ണം ഇസ് ഈക്വൽ ടു എത്രയാ? 20/3. 20/3 പറയുമ്പം 6 3 18 6 പോയിന്റ് സംതിങ് അല്ലേ? 6 20 ഹരിക്കണം 3 6.66 6.66 ഓം. ഇതാണ് ആൻസർ. നമ്മൾ ചോദിച്ചത് ഈ എക്കും ബിക്കും ഇടയിലുള്ള റെസിസ്റ്റൻസ് ആണ്, മൊത്തം കാണാൻ പറഞ്ഞിട്ടില്ല. അപ്പം ഇതിന്റെ ആൻസർ 6.66 ഓം. ഓക്കെ, ക്ലിയർ ആണോ? മുമ്പോട്ട് പോകല്ലേ? ഇനി ഇത് നമ്മൾ സെയിം തന്നെ അല്ലെ? സെയിം ഇക്വേഷൻ തന്നെയാണ്. സോറി, അപ്പം ചെയ്യേണ്ട ആവശ്യമില്ല, സെയിം ഇക്വേഷൻ ആണ്. ഓക്കെ ആണല്ലോ? അപ്പം അത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യാം, കൃത്യമായിട്ട് പഠിക്കുക. നമ്മൾ ഇതിന്റെ കൂടുതൽ പ്രോബ്ലംസുകൾ ചെയ്യും. പ്രോബ്ലംസ് മാത്രമായിട്ടുള്ള വീഡിയോസ് ഇനിയും ചെയ്യാം. അപ്പം ആ സമയത്ത് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ എന്ത് ചെയ്യാം, പല കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സർക്യൂട്ടുകൾ നമുക്ക് കോംപ്ലിക്കേറ്റ് ചെയ്യാം. ഇപ്പൊ നിങ്ങൾ ഫണ്ടമെന്റൽസ് ഓഫ് ഇലക്ട്രിക്കൽ സർക്യൂട്ട്സ് പഠിക്കുന്നവർ ഇതിന്റെ മെയിൻ ഐഡിയ അണ്ടർസ്റ്റാൻഡ് ചെയ്താൽ മതി. ഇത് നിങ്ങൾക്ക് ഈ ഒരു ഭാഗത്തു നിന്നും ക്വസ്റ്റ്യൻ ചോദിക്കില്ല ഡയറക്റ്റ് ആയിട്ട്. നിങ്ങൾക്ക് വേണ്ടത് സൂപ്പർ പൊസിഷൻ തിയറം, തെവനിയൻ തിയറം, അതുപോലെ നോർട്ടൺ തിയറത്തിന്റെ ഒക്കെ പ്രോബ്ലംസ് ആണ്. ഇത് നിങ്ങൾക്ക് ബേസിക് മനസ്സിലാവാൻ വേണ്ടി മാത്രം ചെയ്യുന്നതാണ്. മനസ്സിലായല്ലോ? ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ വോൾട്ടേജ് ഡിവൈഡർ റൂളും കറണ്ട് ഡിവൈഡർ റൂളും എന്താണെന്ന് പഠിക്കാം. അതും എന്തിനാണ്? നമുക്ക് ഈ സൂപ്പർ പൊസിഷൻ തിയറം പോലത്തെ തിയറങ്ങൾ പഠിക്കുന്ന സമയത്ത് ഇമ്പോർട്ടന്റ് ആയിട്ട് വേണ്ട കാര്യങ്ങളാണ്. സോ ഈ ക്ലാസ് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.